ദുനിയാവിലെ വിഭവങ്ങൾ തീർന്നു പോകുന്നതും നശിച്ചു പോകുന്നതുമാണ്. എന്നാൽ പരലോകം എന്നുള്ളത് നിലനിൽക്കുന്ന അബ്ഖ എന്ന വിശേഷണത്തിന് അർഹനായി എന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്ന തീർന്നു പോകാത്ത ഒരു ലോകം, അറ്റമില്ലാത്തൊരു ലോകം, അതാണ് മനുഷ്യരെ നമ്മളെ കാത്തിരിക്കുന്നത് എന്നാണ് നമ്മളെ ഖുർആനും ഹദീസും ഒക്കെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പരലോകത്ത് വരുന്ന അവസ്ഥയെക്കുറിച്ച് പഠിപ്പിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ക്ലാസ് നമ്മൾ അവസാനിപ്പിച്ചത്. 100-ാമത്തെ ആയത്ത് നമ്മൾ അവസാനിപ്പിച്ചത് പരലോകത്ത് അള്ളാഹുവിൻ്റെ ആയാത്തുകളെ, ദിക്റുകളെ, ഉത്ബോധനങ്ങളെ ആര് തിരിഞ്ഞു കളഞ്ഞുവോ, അതിനെ തൊട്ട് ആര് തിരിഞ്ഞു മാറി ജീവിച്ചുവോ, ഫഇന്നഹു യഹ്മിലു യൗമൽ ഖിയാമത്തി വിസ്റ, അതിൻ്റെ പാപഭാരങ്ങൾ അവൻ ഖിയാമത്ത് നാളിൽ വഹിക്കേണ്ടി വരും, അനുഭവിക്കേണ്ടി വരും. അതിൻ്റെ ദുഃഖഭാരങ്ങൾ അവൻ അനുഭവിക്കേണ്ടി വരും, അതിൻ്റെ പ്രയാസങ്ങൾ എല്ലാ നിലക്കും അവൻ അനുഭവിക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ടാണ് തൊട്ടടുത്ത ആയത്തുകളിലൂടെ അത് എത്ര കാലം അനുഭവിക്കേണ്ടി വരും, ഖാലിദീന ഫീഹി വസഅലഹും യൗമൽ ഖിയാമത്തി ഹിംല എന്ന് തുടങ്ങുന്ന ആയത്തുകൾ വരുന്നത്. ആദ്യം നമുക്ക് ആ 2 ആയത്തുകളൊന്ന് ഓതാം. 99-ാമത്തെയും 100-ാമത്തെയും ആയത്തൊന്നുകൂടി ഓതി നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. كذلك نقص عليك من أنباء ما قد سبق وقد آتيناك من لدنا ذكرا من أعرض عنه فإنه يحمل يوم القيامة وزرا. വിസ്റ എന്ന് പറഞ്ഞാൽ കുറ്റഭാരം എന്നർത്ഥം. യഹ്മിലു എന്ന് പറഞ്ഞാൽ വഹിക്കുക, ചുമക്കുക, സഹിക്കുക എന്നുള്ളതിനൊക്കെ യഹ്മിലു എന്ന് പറയും. അഅറള എന്ന് പറഞ്ഞാൽ തിരിഞ്ഞു കളയുക, അതിനെ തൊട്ട് അശ്രദ്ധനാവുക, അതിൽ നിന്ന് മാറിക്കളയുക എന്നതിനൊക്കെ ഉപയോഗിക്കുന്ന വാക്കാണ്. അപ്പോൾ അള്ളാഹു നൽകുന്ന ദിക്റാകുന്ന ഉത്ബോധനത്തെ നിനക്ക് നൽകിയിട്ടുണ്ട് നബിയെ, അത് ഖുർആനാണ്. അതിനെ തൊട്ട് ആരെങ്കിലും തിരിഞ്ഞു കളയുന്നുവെങ്കിൽ, അതിനെ തൊട്ട് ആരെങ്കിലും അശ്രദ്ധരാകുന്നുവെങ്കിൽ അവൻ ഖിയാമത്ത് നാളിൽ അവൻ്റെ ഭാരം അവൻ അനുഭവിക്കേണ്ടി വരും. അവിടെ ഖുർആൻ വിശദീകരിച്ച് പറഞ്ഞ മറ്റൊരു ഭാഗത്ത് കാണാൻ സാധിക്കും, അല്ലാ തസിറു വാസിറത്തും വിസ്റ ഉഖ്റ, അന്ന് ഒരുത്തനും മറ്റൊരുത്തൻ്റെ പാപഭാരം ഏറ്റെടുക്കുകയില്ല. ദുനിയാവിൽ അങ്ങനെ ഉണ്ടാവും, ആരെങ്കിലും ചെയ്ത പാപഭാരങ്ങൾ ഏറ്റെടുത്ത് ഞാൻ പോയിക്കോളാം, ഞാൻ ജയിലിൽ പോയിക്കോളാം, ഞാൻ സഹിച്ചോളാം എന്ന് വിചാരിച്ച് പലർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ടാവും. പരലോകത്ത് മറ്റൊരാളുടെ പാപഭാരം ഏറ്റെടുക്കാൻ ഒരാളും വരൂല എന്നാണ്. അവർക്ക് അത്രയും ഭയാനകമായ അവസ്ഥയാണ് ഉണ്ടാവുക. ഒരാളുടെയും പാപഭാരം മറ്റൊരാളുടെ തലയിൽ കെട്ടിവെച്ചു കൊടുക്കുകയുമില്ല. അതാണ് നീതി. വലാ യുദ്ലമൂന ഫതീല, അന്ന് ഖിയാമത്ത് നാളിൽ ഒരു മനുഷ്യനോടും അള്ളാഹു ഒരു തരിമ്പ് അനീതി കാണിക്കൂല, ഒരു പൊട്ട് അനീതി ഖിയാമത്ത് നാളിൽ അള്ളാഹ് കാണിക്കൂല. അപ്പം അങ്ങനത്തെ ഒരു ലോകത്തിൽ വിശ്വസിക്കുന്നവരാണ് നമ്മളെങ്കിൽ ആ വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കുകയാണ് വിശുദ്ധ ഖുർആൻ അടുത്ത ആയത്തുകളിലൂടെ. ഖാലിദീന ഫീഹി وساء لهم يوم القيامة حملا يوم ينفخ في الصور ونحشر المجرمين يومئذ زرقا يتخافتون بينهم إن لبثتم إلا عشرا نحن أعلم بما يقولون إذ يقول أمثلهم طريقة إن لبثتم إلا يوما. 4 ആയത്തുകളുണ്ട്. 101 മുതൽ 104 വരെയുള്ള ആയത്താണ്. ശ്രദ്ധിച്ച് ഞാൻ ഓതിത്തരുന്ന ഭാഗം ശ്രദ്ധിച്ചു ഓതാം. ഖാലിദീന ഫീഹി വസാഅ ലഹും يوم القيامة حملا خالدين فيه وساء لهم يوم القيامة حملا
يوم ينفخ في الصور ونحشر المجرمين يومئذ زرقا ونحشر المجرمين يومئذ زرقا يتخافتون بينهم إن لبثتم إلا عشرا يتخافتون بينهم إن لبثتم إلا عشرا نحن أعلم بما يقولون إذ يقول أمثلهم طريقة إذ يقول أمثلهم طريقة إن لبثتم إلا يوما إن لبثتم إلا يوما ഒന്നുകൂടി ഓതാം خالدين فيه وساء لهم يوم القيامة حملا يوم ينفخ في الصور ونحشر المجرمين يومئذ زرقا يتخافتون بينهم إن لبثتم إلا عشرا نحن أعلم بما يقولون إذ يقول أمثلهم طريقة إذ يقول أمثلهم طريقة إن لبثتم إلا يوما ഈ നാലായത്ത് ഓതുമ്പോൾ നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും ചില ഭാഗത്ത് ഇതിൻ്റെ നിയമങ്ങൾ അറിഞ്ഞുകൊണ്ട് പാരായണം ചെയ്യേണ്ടതുണ്ട്. ഖാലിദീന ഫീഹി വസാഅലഹും സാഅ മദ് കൊടുത്തിട്ടുണ്ട്. വസാഅലഹും യൗമൽ ഖിയാമത്തി ഹിംല യൗമ യുൻഫഖു നൂനു സാക്കിന യുൻഫഖു ഫിസ്സൂർ വനഹ്ശുറുൽ മുജ്രിമീന യൗമഇദിൻ സുർഖാ യൗമഇദിൻ സുർഖാ ഖാഫാണ് യൗമഇദിൻ സുർഖാ യതഖാഫതൂന ബൈനഹും ഇൻ ലബിസ്തും രണ്ട് സ്ഥലത്ത് ഇൻ ലബിസ്തും വരുന്നുണ്ട്. അവിടെ ഇൻ എന്നത് നൂന് സാക്കിന സുക്കൂനുള്ളൊരു നൂനാണ്, തൊട്ടടുത്ത് വരുന്നത് ലാമാണ്. അപ്പോൾ ഇൻ ലബിസ്തും എന്ന് ഓതാൻ പാടില്ല. ആ നൂനിനെ പതുക്കെ കനം കുറച്ചിട്ട് ലാമിലേക്ക് ചേർത്തായി ഓതുക. ഇൻ ലബിസ്തും ഇല്ലാ അശ്റാ നഹ്നു അഅലമു ബിമാ യഖൂലൂന ഇദ് യഖൂലു അംസലുഹും ത്വരീഖതൻ ത്വാ ആണ് ത്വരീഖതൻ ഇല്ലബിസ്തും വീണ്ടും വന്നു ഇല്ലബിസ്തും ഇല്ലാ യൗമാ. ആ രണ്ടായത്ത് ലാസ്റ്റത്തെ രണ്ടായത്ത് ഒന്നുകൂടി ഓതോ. യതഖാഫതൂന മുതലുള്ള യതഖാഫത്
നഹ്നു പിന്നെ ലാസ്റ്റ് ആയത്തിൽ ഇത് യഖൂലു എന്നുള്ള ഭാഗത്ത് ഇത് എന്ന് പറഞ്ഞു പോകുന്നുണ്ട് ചിലർ. അപ്പോൾ അത് 4 പുള്ളിയുണ്ട്. മാത്രമല്ല അതെന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് എന്ന് പറഞ്ഞ് പുറത്ത് തള്ളാതെ അതിൽ പതുക്കെ കനം കുറച്ചേക്കും പറയാം. ഇത് യഖൂലു, ഇത് യഖൂലു എന്ന് പറയില്ല. ഇത് യഖൂലു അംസലും ആയത്തൊന്നും ഒതുക്കി നഹ്നു അഅലമു മാ യഖൂലൂന ത്വരീഖതൻ ഇല്ല ബിസ്തും ഇല്ലാ യൗമാ ഖാലിദീന ഫീഹി. ആ പാപഭാരം അനുഭവിക്കുന്ന വ്യക്തികൾ, നരകമാണ് അവർ ഉദ്ദേശിക്കുന്നത്, അവർ അനുഭവിക്കുന്ന നരകമാണെങ്കിൽ ആ നരകത്തിൻ്റെ പ്രത്യേകത ഖാലിദീന ഫീഹി, അവർ അതിൽ ശാശ്വതരാണ്, സ്ഥിരവാസികളാണ്. വസാഅ ലഹും, അത് എത്ര മോശപ്പെട്ട സ്ഥലമാണ്. ഇന്നഹാ സാഅത്ത് മുസ്തഖറൻ വ മുഖാമാ, അതെത്ര ചീത്തയായ എത്ര മോശപ്പെട്ട താവളമാണ്. വസാഅ ലഹും, അതെത്ര ചീത്തയാണ്, അവർക്ക് എത്ര മോശമാണത്. യൗമൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൽ ഹിംലാ, ആ ഭാരം വഹിക്കുക എന്നത്, ആ ചുമട് വഹിക്കുക എന്നത് എത്ര മോശപ്പെട്ട കാര്യമായിരിക്കും. നരകത്തിൽ എത്തുന്നതോടെ മനുഷ്യൻ്റെ അവസ്ഥ പറയാമല്ലോ. അവൻ ഏറ്റവും ബഹുമാനിച്ച് ആദരിച്ച് അവൻ പൊന്നുപോലെ നോക്കിയിരുന്ന സാധനമാണ് അവൻ്റെ മുഖം. അത് മിനിക്കാനാണെന്ന് ലക്ഷക്കണക്കിന് ഉറുപ്പിക ആൾക്കാർ തേച്ചുകൊണ്ടിരിക്കുന്നത്. ആ മുഖം ഒന്ന് മൊഞ്ചാകാൻ വേണ്ടിയാണ് ആളുകൾ എന്തെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇസ്ലാം പറഞ്ഞ മുഖത്തിനൊരു ബഹുമാനമുണ്ട്. തൻ്റെ അടിമയെ, തൻ്റെ ഭാര്യയെ മുഖത്തടിക്കരുത് എന്ന് പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ചില പണിഷ്മെൻറ്റിൻ്റെ ഭാഗമായി അടി കൊടുക്കേണ്ടുന്ന ചില ഘട്ടങ്ങൾ വരും. പക്ഷെ നീ നിൻ്റെ ഭാര്യയെ മുഖത്തടിക്കരുത്. ശരീരത്തിൽ അടിക്കുന്ന അടി പോലും പാടുവീഴാത്ത അടിയായിരിക്കണം എന്നാണ്. ഇപ്പം കുട്ടികൾ നമസ്കരിക്കാത്തതിൻ്റെ പേരിൽ അടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കിട്ടണ വലിയ വടിയെടുത്തിട്ട് നമ്മളെല്ലാ ദേഷ്യവും പ്രഷറൊക്കെ എടുത്ത് അടിക്കണം എന്നല്ലത്. അതൊരു ആ അടിയിൽ പോലും ഒരു മയമുണ്ട് എന്നാണ് പറഞ്ഞത്. പാടുവീഴാത്ത, മുറിവുണ്ടാകാത്ത, ചോര പൊട്ടാത്ത അടി, എന്നാൽ വേദനിക്കുകയും ഒരു പാഠമാവുകയും ഇതിൻ്റെ പേരിലാണെന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നതായിരിക്കും ആ അടി. അത് നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ മാത്രവുമാണ്. ഖാലിദീന ഫീഹി, അവർ ആ നരകത്തിൽ ശാശ്വതരാണ്. നരകത്തിലുള്ള ആ താമസം അതെത്ര മോശമാണ് അവർക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. ഖിയാമത്ത് നാളിലെ ഈ രംഗത്തെ വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞിരിക്കുന്ന തഫ്സീറുകളിലെ വാചകങ്ങൾ കാണാൻ സാധിക്കും. അവർ അനുഭവിക്കുന്ന ആ പാപഭാരത്തിൻ്റെ ദുരന്തങ്ങൾ എത്ര വലുതാണ് എന്നത് സൂചിപ്പിക്കുകയാണ് ഇത്. ഐലാ ലാ മഹീദ ലഹും അൻഹു വലാ ഇംഫികാക ബിഅസൽ ഹംലു ഹംലഹും, അവർക്കൊരു മോചനമില്ല. ഖാലിദീന ഫിഹ എന്ന് പറഞ്ഞാൽ പിന്നെ അതൊന്നും രക്ഷപ്പെടാൻ വേറൊരു മാർഗമല്ല. അവർക്ക് പിന്നീട് അവരുടെ ഭാരങ്ങൾ, ആ ഭാരം ഒരു വലിയ മോശം ഭാരമായി മാറുകയാണ്. വഹിക്കുന്ന സാധനം ഒരു നല്ല സാധനമാണെങ്കിൽ നമുക്കൊരു സന്തോഷം ഉണ്ടാവും. ഇത് വഹിക്കുന്നത് മുഴുവൻ മോശപ്പെട്ട സാധനവുമായി വഹിച്ച് നടക്കേണ്ടി വരുന്നത് എത്ര മോശമാണ് എന്ന് നേരത്തെ അള്ളാഹുവിൻ്റെ താക്കീത് പറയാ. എന്നിട്ട് അന്ന് ഖിയാമത്ത് നാളിൽ നടക്കുന്ന വലിയൊരു സംഭവം പറയാണ്. യൗമ, അന്നേ ദിവസം, യുംഫഹു, ഊതപ്പെടുന്ന ദിവസമാണ്. നഫഖ എന്ന് പറഞ്ഞാൽ ഊത എന്നാണ്. യുംഫഹു, ഊതപ്പെടുന്നതാണ്. ഫിസ്സൂരി, കാഹളത്തിൽ ഊതുന്ന ദിവസമാണ്. ആ ഊത്ത് സംഭവിക്കുന്നതോടെ വനഹ്ശുറു, നാം ഒരുമിച്ചു കൂട്ടുകയും ചെയ്യും. അൽ മുജ്രിമീന, പാപികളായ കുറ്റവാളികളായ ആളുകളെ. യൗമഇദിൻ, അന്നേ ദിവസം, സുർഖ, നീലവർണ്ണമുള്ളവരായി, നീല കണ്ണുള്ളവരായി, ഒരു പ്രത്യേക ഭയാനകതയിൽ, ഭീകരതയാൽ കണ്ണുകൾ പോലും ശരീരം പോലും നിറം മാറിയ അവസ്ഥയിലായി കുറ്റവാളികളെ നാം അന്നേ ദിവസം ഒരുമിച്ച് കൂട്ടുന്നതാണ്. അത് ആ വാക്ക് വിശദീകരിച്ചപ്പോൾ മുജിരിമീങ്ങളെ എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. കാഹളത്തിൽ ഊതപ്പെടുക, കർനുൻ, അതൊരു തരം കാഹളമാണ്. യുംഫഖു ഫീഹി, അതിൽ
ഊതപ്പെടും. സൂറി എന്നത് എന്താണെന്ന് ചോദിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞതൊരു ഖർനാണ്. യുൻഫഖു ഫീഹി, അതിൽ ഖിയാമത്ത് നാളിൽ ഊതുന്നതാണ്. വഖദ് ജാഅ ഹദീസിൻ മിൻ റിവായത്തി അബീ ഹുറൈറ, അബൂ ഹുറൈറ ഉദ്ധരിക്കുന്ന ഹദീസിൽ ഇങ്ങനെയാ പറഞ്ഞത്, അന്നഹു ഖർനുൻ അളീമുൻ അദ്ദായിറ മിൻഹു ബിഖദ്രി السماوات والأرض യുൻഫഖു ഫീഹി ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ഇസ്രാഫീൽ അലൈഹിസ്സലാമിൻ്റെ കയ്യിൽ കൊടുത്ത് ഊതാൻ വേണ്ടി പറഞ്ഞ ആകാശഭൂമിയോളം വിശാലമാകുന്ന ഒരു കാഹളമാണ്. അതുകൊണ്ട് തന്നെ കൈഫ അൻഅമു വസാഹിബുൽ ഖർനി ഖദിൽ തഖമൽ ഖർൻ, അല്ല മനുഷ്യരെ നിങ്ങൾക്ക് എങ്ങനെ സുഖിച്ച് ജീവിക്കാൻ പറ്റും? കാഹളത്തിൽ ഊതാൻ പറഞ്ഞ മലക്കിൻ്റെ കയ്യിലാ സാധനം എപ്പോഴുണ്ട്. വഹനാ ജിബ്ഹതഹു, ആ കാഹളം തൻ്റെ ചുണ്ടോട് നെറ്റിത്തടത്തോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട്. വൻതളർ അന്നഹു അൻ യുഅ്ദന ലഹു, അള്ളാഹ് എപ്പോഴാണോ അതിൽ ഊതാൻ പറയണത് അപ്പോൾ ഊത്ത് നടക്കും. കയ്യിൽ പിടിച്ച് ചുണ്ടോട് ചേർത്ത് നെറ്റിത്തടത്തോട് ചേർത്ത് കാഹളം വെച്ചുകൊണ്ട് ഇസ്രാഫീൽ ഇരിക്കണം. എപ്പോഴാണോ പറയണത് അപ്പോൾ ആ കാഹളത്തിൽ ഊത്ത് നടക്കും. ഫഖാലു, സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, കൈഫ നഖൂൽ, ഞങ്ങൾ എന്താണ് ഇത്തരം അവസ്ഥയിൽ ഞങ്ങൾ ഇത്രയും ഭയാനകമായ രംഗത്ത് രക്ഷപ്പെടാൻ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഖാൽ, നബി തങ്ങൾ പറഞ്ഞു, ഖൂലു, നിങ്ങൾ ഇങ്ങനെ പ്രഖ്യാപിക്കൂ, ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ അലല്ലാഹി തവക്കൽനാ. ഇമാം അൽബാനി അദ്ദേഹത്തിൻ്റെ സ്വഹീഹ് തർഗീബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താ പറയേണ്ടത്? ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ വഅലല്ലാഹി തവക്കൽനാ. നമ്മുടെ പുസ്തകത്തിലുണ്ടാവും ചിലപ്പോൾ, ആ പുസ്തകത്തിൽ വന്നിട്ടുണ്ട്. നമ്മുടെ 102-ാമത്തെ പേജിൽ ആ ഹദീസ് കൊടുത്തിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ പരലോകത്ത് കാഹളത്തിൽ ഊതുന്ന സമയത്ത് രക്ഷപ്പെടാൻ ദുനിയാവിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പ്രഖ്യാപിച്ച് ജീവിച്ച് കാണിച്ചു കൊടുക്കലാണ്. ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്കല്ല മതി, വനിഅമൽ വകീൽ, ഞങ്ങളുടെ സംരക്ഷകനായിട്ടുള്ളവൻ എത്ര നല്ലവനാണ്, അലല്ലാഹി തവക്കൽനാ, ഞങ്ങളിതാ ഞങ്ങളുടെ എല്ലാം അള്ളാഹുവിൽ തവക്കുലാക്കിയിരിക്കുന്നു എന്ന് പറയലാണ് അന്ന് രക്ഷപ്പെടാനുള്ള മാർഗം. അതുകൊണ്ടാണല്ലോ പരലോകത്ത് 2 വിഭാഗമാക്കി തിരിക്കുന്നതാണ്. ഇടതുഭാഗവും വലതുഭാഗവും തിരിക്കുന്നു പറഞ്ഞു. എന്നിട്ട് ഒരു ഭാഗത്ത് കുറ്റവാളികളാണ്. മുജിരിം എന്ന് പറഞ്ഞാൽ ക്രിമിനൽസ് എന്ന് അർത്ഥം വരുന്ന വാക്കാണ് മുജിരിം. മുജിരിമീങ്ങളെ ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്തുന്ന രംഗം ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. എവിടെയാ? വംതാസുൽ യൗമ അയ്യുഹൽ മുജിരിമൂൻ, സൂറത്ത് യാസീനിൽ. കുറ്റവാളികളെ നിങ്ങൾ അങ്ങോട്ട് മാറി നിൽക്കൂ. അരികുവൽക്കരിക്കപ്പെടുന്ന, പാർശ്വവൽക്കരിക്കപ്പെടുന്ന, തള്ളിമാറ്റുന്ന, അങ്ങനെ നീചന്മാരായി മുദ്രകുത്തപ്പെടുന്ന ഒരു വിഭാഗമായി അന്ന് ദോഷികളായ മുജ്രിമീങ്ങൾ, കുറ്റവാളികൾ വരാണ്. നിങ്ങൾ അങ്ങോട്ട് മാറി നിൽക്കൂ. എന്നിട്ട് അവരോട് ചോദിക്കണേ, അലം അഹദ് ഇലൈക്കും യാ ബനി ആദമ അല്ലാ തഅബുദുശ് ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വും മുബീൻ വഅനി അബ്ദൂനി ഹാദാ സിറാത്തും മുസ്തഖീം. നിങ്ങളോട് ദുനിയാവിൽ പറഞ്ഞിട്ടില്ലേ, ശൈത്താൻ്റെ മാർഗം സ്വീകരിച്ച് നിങ്ങൾ പിഴച്ചു പോകരുത്, നിങ്ങൾ എന്നെ ആരാധിക്കണം, ഞാൻ പഠിപ്പിക്കുന്ന ഈ മാർഗം സിറാത്ത് മുസ്തഖീമാണ്. അതുകൊണ്ട് കുറ്റവാളികളെ നിങ്ങൾ ഇന്ന് മാറി നിൽക്കുക. വേറെ ചില ആയത്തിൽ കാണാൻ സാധിക്കും, കുറ്റവാളികൾ വിരല് കടിച്ചു പോകുന്ന ദിവസമാണ്. ഇന്നൽ മുജ്രിമീന ഫീ ദിലാലിൻ വസുർ, കരിമ്പുകയിലും തീജ്വാലയിലുമായി മുജ്രിമീങ്ങൾ സഹിക്കാനാവാത്ത വേദനകളിലാണ്. അവർ രക്ഷപ്പെടാനുള്ള എല്ലാ ശ്രമങ്ങളും മുജ്രിമീങ്ങൾ നടത്തി നോക്കുന്നതാണ്. ഒരു വഴിയുണ്ടാവില്ല. അങ്ങനെയുള്ള ആ നാളിൽ അള്ളാഹുവിൻ്റെ ഖുർആൻ പറയാണ്, അവരിങ്ങനെ പരസ്പരം സംസാരിച്ചു നോക്കും. അവർ പരസ്പരം ഒരു ആശ്വാസത്തിന് വേണ്ടി യതഖാഫതൂന ബൈനഹും, അവർ പതുക്കെ അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും രഹസ്യമായി സംസാരിക്കുന്നതിനാണ് തഖാഫത എന്ന് പറയുക, അല്ലെങ്കിൽ ഒളിച്ചിരിക്കുക, ഒളിഞ്ഞു പറയുക, ആരും മറ്റുള്ളവരൊന്നും കേൾക്കാതെ പറയുന്നതിനാണ് തഖാഫത എന്ന് പറയുക. അപ്പം ഇവർ ആ നരകാവകാശികളായ ആളുകൾ യതഖാഫതൂന, അവർ സ്വകാര്യമായി ഒളിഞ്ഞുകൊണ്ട് പതുക്കെ പരസ്പരം ബൈനഹും, അവർക്കിടയിൽ പറയും, ഇല്ലബിസ്തും, നിങ്ങൾ ഇവിടെ താമസിച്ചിട്ടില്ല, ഇല്ല അശ്റാ, 10 ദിവസമല്ലാതെ. നമ്മൾ ദുനിയാവിലെ കുറേ കാലം ജീവിച്ചു എന്നൊന്നും പറയാൻ പറ്റൂല കേട്ടോ. ഇവിടുത്തെ അവസ്ഥ വെച്ച് നോക്കിയാൽ നമ്മൾ ദുനിയാവിലൊരു 10 ദിവസമൊക്കെ ജീവിച്ചിട്ടുണ്ടാവുള്ളൂ. അതെപ്പോഴാണ് തോന്നുകയെന്ന് വെച്ചാൽ ആ ദുരന്തം അനുഭവിക്കുമ്പോഴാണ്.
ആ ദുരിതം അനുഭവിക്കുമ്പോഴാണ്. മനുഷ്യന്മാർ ജയിൽവാസങ്ങൾ, ജയിൽവാസം, ജയിലിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ, വെളിച്ചം കാണാത്ത ജയിൽ, വെളിച്ചം കിട്ടാത്ത ജയിലുകൾ. അറബ് രാജ്യങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടത്തേക്ക് പല ജയിലുകളിലും ക്ലാസ് എടുക്കാൻ വേണ്ടി നമ്മുടെയൊക്കെ ദായിമാരൊക്കെ പറഞ്ഞയക്കും. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവർ, അങ്ങനെ പലതരം ആളുകളുണ്ടാവും. ഈ അടുത്തൊരു കേസിൽ ഒരു പൊതുമാപ്പ് വിഷയം വന്ന സമയത്ത് സൗദിയിലെ ജയിലിൽ നിന്ന് ഒരാൾ രക്ഷപ്പെടുകയുണ്ടായി. 9 വർഷം ജയിലിൽ കിടന്ന് അദ്ദേഹത്തിന് 9 വർഷം കഴിഞ്ഞാൽ വധശിക്ഷയാണ്. അദ്ദേഹത്തിന് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നത് സ്വന്തം അമ്മാവനാണ് കാരണക്കാരൻ. ആദ്യമായി ഗൾഫിലേക്ക് ഈ ചങ്ങാതി ചെറുപ്പക്കാരനെ പറഞ്ഞയക്കുന്നു. കയ്യിലൊരു പാക്കറ്റ്, ഒരു പൊതി കൊടുക്കുന്നു. പെട്ടൊക്കെ കെട്ടിക്കൊടുത്ത് എല്ലാം റെഡിയാക്കി ലെവലാക്കിയിട്ട് അമ്മാവൻ, ഉമ്മാൻ്റെ ആങ്ങളെയാണ് കയ്യിൽ കൊടുക്കുന്നത്. അവിടെ തിരിഞ്ഞാൾക്കത് കൊടുത്താൽ മതി, വേറൊന്നും ചെയ്യണം. ടിക്കറ്റ് എടുത്ത് കൊടുത്തു, ജോലി ശരിയാക്കി കൊടുത്തു, പെട്ടി റെഡിയാക്കി കൊടുത്തു, എല്ലാം ചെയ്തു കൊടുത്തു. അവിടെ ഇറങ്ങി എയർപോർട്ടിലെ ചെക്കിങ്ങിൽ പോലും അയാൾ പിടിക്കപ്പെട്ടിട്ടില്ല. അവിടുന്ന് അയാൾ രക്ഷപ്പെട്ടു. പക്ഷെ പുറത്തിറങ്ങിയിട്ട് പോലീസുകാർ വേറൊരു വണ്ടിയിൽ വന്നിട്ട് അദ്ദേഹത്തെ പിടിച്ചു. ആരോ ഉറ്റിക്കൊടുത്തു എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവാണത്. അതും ഈ അമ്മാവൻ തന്നെയാണ് എന്നാണ് പിന്നീട് അറിയപ്പെടുന്നത്. അദ്ദേഹം ജയിൽവാസം അനുഭവിച്ചു. 9 വർഷത്തിനുള്ളിൽ താമസം അവിടുത്തെ ജയിലിൽ കിടന്ന് 9 കൊല്ലം കഴിഞ്ഞ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു. അവസാനം എല്ലാ പേപ്പറുകളും വന്നു. വീട്ടിൽ വേറെ കുടുംബക്കാരെ അറിയിച്ചു, ഇന്ന തീരുമാനങ്ങളൊക്കെ അറിയിച്ചു. ആളുകൾ, കുടുംബക്കാർ വന്ന് ഭാര്യയോട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ കാര്യം തീരുമാനമായി, ഇനി നിങ്ങൾക്ക് വേറെ വിവാഹം കഴിക്കലാണ് നല്ലത്. ഇനി എന്തിനാണ് അയാളെ കാത്തിരിക്കുന്നത്? 5-6 വർഷമൊക്കെ കാത്തിരുന്നു. അവസാനം ഭാര്യ വേറൊരാളെ കല്യാണം കഴിച്ചു. വേറെ നിർവാഹമില്ല എന്നാണ്. അദ്ദേഹത്തിന് വധശിക്ഷ വിധിച്ചു. 2 മക്കളുണ്ട്. പക്ഷെ പെട്ടെന്നൊരു നിയമം, അവിടുത്തെ ഒരു പൊതുമാപ്പ് സംവിധാനം പോലെ രാജാവിൻ്റെ ഒരു ഓർഡർ വരികയാണ്. 8 വർഷത്തിൽ മേലെ ആയിട്ടുള്ള ജയിൽവാസം അനുഭവിച്ച വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവർക്കൊരു പൊതുമാപ്പ് കൊടുക്കാം. അന്ന് അയാൾ 8 വർഷവും 2 മാസം കഴിഞ്ഞിരിക്കണം. ആ 2 മാസം കൊണ്ട് അയാൾ രക്ഷപ്പെടുകയാണ്. അയാൾ ജയിലിൽ നിന്ന് മോചിതനായി തിരിച്ച് നാട്ടിൽ വന്നു. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അമ്മാവനെയാണ് കയ്യിൽ കിട്ടേണ്ടത്. പക്ഷെ അദ്ദേഹത്തെ വേറൊരു കേസിൽ അദ്ദേഹം ജയിലിലായതുകൊണ്ട് അയാൾ വീട്ടിൽ കയറുന്നതിൻ്റെ മുമ്പ് അയാൾ അമ്മാവനെ തെരഞ്ഞാണ് വന്നത്. സത്യത്തിൽ തീർക്കാൻ വേണ്ടിയാണ് അദ്ദേഹം വിചാരിച്ചത്. അങ്ങനെ എന്തോ ചില സാഹചര്യങ്ങളിൽ അത് രക്ഷപ്പെട്ടു. ചുരുക്കി പറഞ്ഞാൽ അതേ ഭാര്യൻ്റെ അടുത്തേക്ക് ഈ വാർത്ത വീണ്ടും എത്തണം, ഇദ്ദേഹം രക്ഷപ്പെട്ടു വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ, ആ പെണ്ണിനെ വിവാഹം കഴിച്ച പുതിയ ആള് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ ഒഴിവാകാൻ സന്നദ്ധനാണ്. അവർ കുറച്ചു കാലം ജീവിച്ചിട്ടുള്ളൂ. അങ്ങനെ അവർ തൊലാക്ക് ചൊല്ലിയിട്ട് ഈ ആദ്യ ഭർത്താവിൻ്റെ കൂടെ വീണ്ടും ഒരുപാട് കാലം ജീവിക്കുകയാണ്. ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അദ്ദേഹം ഒരു നാട്ടിൽ ചെറിയ ഷോപ്പൊക്കെ ഇട്ട് കച്ചവടമൊക്കെ ചെയ്ത് ജീവിക്കാൻ. ഒരു ജയിൽവാസം അനുഭവിക്കുന്നതിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇരുണ്ട ജയിലറകൾ, സൂര്യപ്രകാശം കാണാത്ത ജയിലറകൾക്കുള്ളിൽ തെറ്റു ചെയ്യാതെ, അല്ലെങ്കിൽ എന്താ പറയുക, സ്വന്തം ഉത്തരവാദിത്വത്തിൽ അറിയാതെ ചെയ്തു പോയ തെറ്റുകളുടെ പേരിൽ എത്ര ആൾക്കാർ. ഇപ്പോൾ അടുത്ത് നമ്മൾ 2 ദിവസം മുമ്പ് ഫറോക്കിലെ ഒരു സഹോദരൻ്റെ വാർത്ത വായിക്കണ്ടായില്ല. 33 കോടി രൂപ വേണം അദ്ദേഹത്തിൻ്റെ ശിക്ഷ, വധശിക്ഷ പിൻവലിക്കണമെങ്കിൽ, ഒരു കയ്യബദ്ധത്താൽ സംഭവിച്ച ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ. അങ്ങനെ ഒട്ടനേകം സംഭവങ്ങൾ കാണാൻ സാധിക്കും. അപ്പോൾ മനുഷ്യൻ്റെ ഒരവസ്ഥ, ഇത്തരം പ്രയാസം അനുഭവിക്കുന്ന ഒരാൾക്ക് അയാളുടെ ദിവസങ്ങൾ, ഈ കഷ്ടപ്പാട് അനുഭവിക്കുന്ന ദിവസങ്ങൾ വല്ലാത്ത ദിവസങ്ങളായിരിക്കും. അദ്ദേഹത്തിൻ്റെ സുഖങ്ങളെല്ലാം അവർ മറക്കും. നരകത്തിലെത്തുന്ന സമയത്ത് സ്വർഗ്ഗ ദുനിയാവിൽ സുഖിച്ചാനന്ദിച്ച് ജീവിച്ച ഈ മനുഷ്യന്മാർ പറയും, നമ്മൾ എന്ത് സുഖിച്ചത്, നമ്മൾ ഏറിക്കഴിഞ്ഞൊരു 10 ദിവസമല്ലാതെ അവിടെ താമസിച്ചിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞ ദുനിയാവ് നിസ്സാരമായി അന്നവർക്ക് തോന്നുമെന്നാണ്. വഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഖുർആനിന്റെ ഏറ്റവും അധികം വിശദീകരണം അറിയുന്ന സ്വഹാബി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, യതസാറൂന ബൈനഹും, അവര് പരസ്പരം ഇങ്ങനെ ഇരുന്നു കൊണ്ട് സംസാരിക്കുമെന്ന് പറയുന്നുണ്ട്. രഹസ്യമായി സംസാരിക്കുക എന്ന് പറഞ്ഞ പോലെ അന്ന് ഖിയാമത്ത് നാളിൽ അവർ ഒരുമിച്ച് കൂട്ടിയ ആ ദിവസം അവരുടെ ശരീരത്തിൻ്റെ അവസ്ഥ പറഞ്ഞല്ലോ. യൗമ ഇദിൻ സുർഖ. സുർഖ എന്ന് പറഞ്ഞാൽ അറബിയിൽ അബിയൽ എന്ന് പറഞ്ഞ വെള്ള, അഹ്മർ എന്ന് പറഞ്ഞ ചുവപ്പ്, അസ്റഖ് എന്ന് പറഞ്ഞാൽ നീല കളറാണ്.
അപ്പോൾ സുർക്ക എന്ന് പറഞ്ഞാൽ നീല പുരണ്ട എന്നാണ് അർത്ഥം വരിക. സുർക്ക ഹദീസിൽ പറഞ്ഞിരിക്കുന്നല്ലോ, സുർക്കൽ ഉയൂനു മിൻ ശിദ്ദത്തി മാ ഹും ഫീഹി മിൻ ഹവൽ. തഫ്സീറിൽ പറഞ്ഞ വാക്കാണ്. സുർക്ക എന്ന് പറഞ്ഞാൽ സുരിഖൽ ഉയൂൻ, കണ്ണുകൾ നീല നിറമായി മാറും. മിൻ ശിദ്ദത്തി മാ ഹും ഫീഹി മിനൽ ലഹ്വൽ, അവരുടെ ഭീകരാവസ്ഥകൾ കാരണം കൊണ്ട് അവരാകെ കൂടെ നീല നിറം ഓടിയിട്ടുണ്ടാകും. വനസൂഖുൽ മുജ്രിമീന ഇലാ ജഹന്നമ വിർദ, കുറ്റവാളികളെ ദാഹാർത്തരായി കൊണ്ട് ദാഹിച്ചു വലഞ്ഞവരായി നരകത്തിലേക്ക് കൊണ്ടുവരപ്പെടും. വതറൽ മുജ്രിമീന മുഷ്ഫിഖീന മിമ്മാ ഫീ, അങ്ങനെ ഒരുപാട് ഭയപ്പാടോടുകൂടെ അവരവിടെ കഴിച്ചു കൂട്ടുന്ന രംഗം പറഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് അവർ പരസ്പരം ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തഹാഫത്തോടെ സംസാരിക്കുന്നത്. യഖൂലു ബഅദുഹും ലിബഅദ്, അവർ പരസ്പരം പറയും, ഇല്ലാ ഇൻ ലബിസ്തും ഇല്ലാ അശ്റ ഐ ഫിദ്ദാരി ദുനിയാ ലഖദ് കാന ലബിസകും ഫീഹാ ഖലീല അശ്റത അയ്യാമിൻ ഔ നഹ്വ. നമ്മൾ ദുനിയാവിൽ ഒരു 10 ദിവസം അതിനപ്പുറം നമ്മൾ ജീവിച്ചിട്ടുണ്ടാവില്ലെന്ന്. അത്ര ദുരിതമാണ് ഇപ്പോൾ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആയത്ത് നോദിക്കേ, യതഖാഫതൂന എന്നുള്ള ആയത്ത്. യതഖാഫതൂന ബൈനഹും ഇല്ലബിസ്തും ഇല്ലാ അശ്റാ نحن أعلم بما يقولون إذ يقول أمثلهم طريقة إن لبثتم إلا يوما إن لبثتم إلا يوما نحن أعلم بما يقولون. അള്ളാഹു പറയാ, നഹ്നു അഅലം, നാം അറിയുന്നുണ്ട്. അവർ രഹസ്യമായിട്ടാണ് പറയണത്, അവർ രഹസ്യമായിട്ടാണ് പറയുന്നത്. നഹ്നു അഅലം ബിമാ യഖൂലൂൻ, നാം നന്നായി അറിയുന്നുണ്ട്, ഏറ്റവും നന്നായി അഅലമാണ് ബിമാ യഖൂലൂൻ, അവർ പറയുന്നതിനെ പറ്റിയൊക്കെ. ഇത് യഖൂലു, അവർ പറഞ്ഞ സന്ദർഭത്തിൽ ആരാ പറയുന്നത്? അംസലുഹും, അവരിൽ ഏറ്റവും ഉത്തമനായവൻ, ത്വരീഖതൻ, മാർഗത്തിൻ്റെ കാര്യത്തിൽ. അപ്പൊ ഏറ്റവും കുറച്ചൊരു തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറഞ്ഞ പോലെ അവരുടെ കൂട്ടത്തിലെ കുറച്ചൊരു ഉത്തമനായ ഒരു മിതമായ ഒരു മര്യാദക്കാരനായ ആള് പറയുന്നുണ്ട്, എന്ത് 10 ദിവസം, ഇല്ലബിസ്തും ഇല്ലാ യൗമ, നിങ്ങൾ ദുനിയാവിലാകെ മാക്സിമം താമസിച്ചിട്ടുണ്ടെങ്കിൽ യൗമ, ഒരു ദിവസമേ താമസിച്ചിട്ടുണ്ടാവുള്ളൂ. അതിന് 10 ഉണ്ടാവില്ല. അത്രമാത്രം പ്രയാസത്തിലാണ് എന്ന രൂപത്തിലാണ് ആ വിശദീകരണം പറഞ്ഞത്. ലിഖസ്രി മുദ്ദത്തി ദുനിയ ഫി അൻഫുസിഹിം യൗമൽ മആദ്, ഈ ദിവസത്തിൻ്റെ കാര്യം ആലോചിച്ച ദുനിയാവ് ഒരു ദിവസം പോലും നമുക്കുണ്ടായിട്ടില്ല. ലിഅന്ന ദുനിയ കുല്ലുഹാ വഇൻ തകററത് ഔഖാതുഹാ വതആഖബത് ലയാലിഹാ വഅയ്യാമിഹാ വസആതിഹാ കഅന്ന യൗമിൻ വാഹിദിൻ, ദുനിയാവിലെ മൊത്തം രാവും പകലും മാറി മാറി വന്നപ്പോഴും അതൊന്നും ഒന്നുമല്ല, ഞമ്മക്കൊരു ദിവസമേ ഉള്ളൂ. വലിഹാദാ യുസ്തഖ്സറുൽ കാഫിറൂന മുദ്ദത്തുൽ ഹയാത്തി ദുനിയ യൗമൽ ഖിയാമ, കാഫിരീങ്ങൾക്ക് ദുനിയാവ് വളരെ ചുരുങ്ങിയതായി തോന്നും. വകാന ഗർലുഹും ഫീ ദാലിക ദാറഇൻ ഖിയാമൽ ഹുജ്ജത അലൈ ലിഖസ്രിൽ മുദ്ദ, അങ്ങനെ അവർക്ക് ഇത് കുറഞ്ഞതാണ് എന്ന് വീണ്ടും പരലോകത്ത് അവരെ ബോധ്യപ്പെടുത്തുന്നതായിരിക്കും ആ കാഴ്ചകൾ. യൗമ തഖൂമു സാഅത്തു യുഖ്സിമുൽ മുജ്രിമൂന മാ ലബിസു ഗൈറ സാഅത്തിൻ, ചിലപ്പോൾ അവർക്ക് തോന്നും ഒരു ദിവസമില്ല, ഒരു സാഅത്തേ ഉള്ളൂ. എന്താ ഒരു സാഅത്ത് എന്നാൽ? ഒരു മണിക്കൂറേ നമ്മൾ അനുഭവിച്ചിട്ടുള്ളൂ എന്ന് തോന്നും. ഖുർആനിലെ ആയത്താണ്. കദാലികാനു യുഫകൂൻ അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കറ വജാഅകുമുൻ നദീർ, നിങ്ങൾക്ക് ജീവിക്കാൻ മാത്രമുള്ള, പഠിക്കാനും ആലോചിക്കാനും ചിന്തിക്കാനുമുള്ള ആയുസ് തന്നില്ലേ? നിങ്ങൾക്ക് പഠിക്കാനും ചിന്തിക്കാനും മനസ്സിലാക്കാനുമുള്ള ആയുസ് തന്നില്ലേ? എന്നിട്ട് നിങ്ങൾ എന്താണ് ആലോചിക്കാത്തത്? എന്താണ് ചിന്തിക്കാത്തത്? നമ്മുടെ ഒരു ദഅവത്തിൻ്റെ ഭാഗമായി നമ്മുടെ പ്രവർത്തകന്മാരൊരു വീട്ടിൽ പോവാണ്. അദ്ദേഹത്തിൻ്റെ മറ്റെല്ലാവരും ഇസ്ലാഹി പ്രസ്ഥാന ബന്ധുക്കളും ആശയക്കാരും ഒക്കെയാണ്. അദ്ദേഹത്തിനൊരു മകളുണ്ട്. അപ്പോൾ പറഞ്ഞു, ആ മകളിലൂടെയെങ്കിലും ആ കുടുംബം രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ചു പറഞ്ഞു, ഒരു ഇസ്ലാഹി ആദർശബോധമുള്ള സലഫി പ്രസ്ഥാനായ ഒരാൾ വിവാഹം അന്വേഷിക്കുന്നുണ്ട്, നിങ്ങളെ മകളെ കെട്ടിച്ചു കൊടുക്കൂ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ പേര് പറഞ്ഞുകൊണ്ട് എൻ്റെ വീട്ടിലേക്ക് വരരുത്, മുജാഹിദിന് കെട്ടിച്ചു കൊടുക്കേ, ഞാൻ ചെയ്യൂല, അത് നടക്കില്ല. ഓൾ കല്യാണം കഴിയാതെ പോയാലൊക്കെ വിഷമം ഉണ്ടാവില്ല, ഓളെ മുജാഹിദിന് കെട്ടിച്ചു കൊടുക്കില്ല.
അന്ന് അദ്ദേഹത്തിന് നല്ല പൈസയും വലിയ ജോലിയും കാര്യങ്ങളും, വലിയ കോറി നടത്തുക, വലിയൊരു കോറി നടത്തുക. അങ്ങനെ ഒരിക്കൽ ഇദ്ദേഹമാണ് ഈ കോറിയിൽ ലാസ്റ്റ് ഈ സാധനം പൊട്ടിക്കുന്ന ആള്, മരുന്ന് പൊട്ടിക്കുന്ന ആൾ ഇയാളാണ്. അപ്പോൾ 10-20 സാധനങ്ങൾ ഇങ്ങനെ നിറച്ച് വെച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും മൂപ്പരനെ ചെയ്യാറുള്ളത്, അന്നേ ദിവസം ഇയാൾ 1ാമത്തെ തിരി കത്തിച്ച് അങ്ങനെ ബാക്കിയുള്ളത് കത്തിച്ച് അവസാനം 20ാമത്തെ കുഴിയും കത്തിച്ച് കഴിഞ്ഞ് ഓടി രക്ഷപ്പെട്ടിട്ടാണ് ഇത് പൊട്ടല്. അന്ന് 16ഓ 17ാമത്തെയോ കുഴിയിലെ സാധനം കത്തിക്കുമ്പോഴത്തേക്ക് 1ാമത്തെ പൊട്ടിത്തെറിച്ചു. നമുക്കറിയാം, ചിന്തിക്കാവുന്ന കാര്യമുള്ളൂ. ആകെ പാറകൾ വന്ന് ഇടിക്കാൻ തുടങ്ങി, ഇദ്ദേഹം തെറിച്ചു. ഏകദേശം 10 നില ബിൽഡിങ്ങിൻ്റെ ഉയരമുള്ള അത്രയും മേലെ നിന്ന് ഒറ്റയടിക്കല്ലെങ്കിലും തെന്നി ഇപ്പുറം മറിഞ്ഞ് അദ്ദേഹം താഴേക്ക് വീണ് ഏകദേശം കൈകാലി സാധനങ്ങളൊക്കെ ചിന്ന ഭിന്നമായി പൊട്ടി ഒളിച്ച മാതിരി ഇങ്ങനെ നിൽക്കുന്ന അവസ്ഥയായ ആളുകൾ അദ്ദേഹത്തെ എടുത്ത് ആശുപത്രിയിലേക്ക് മരിച്ചു എന്നാണ് വാർത്ത പ്രചരിച്ചത്. മരിച്ചു, ഇന്നാൾ കുഞ്ഞാപ്പൊക്കെ മരിച്ചു. അങ്ങനെ എടുത്ത് ആശുപത്രി കൊണ്ടുപോയി ഈ പറഞ്ഞ മുറിഞ്ഞ സാധനങ്ങളൊക്കെ തുന്നി പൊടിപ്പിച്ച് കെട്ടിപ്പിടിച്ച് ആളിന്ന് ജീവിച്ചിരിപ്പുണ്ട്. ഇപ്പം അദ്ദേഹം സംസാരിക്കും, അദ്ദേഹത്തോട് ഇപ്പം നമ്മളെ വിളിച്ച് സംസാരിക്കും. നിങ്ങൾ ഇന്നാളെ പറഞ്ഞ സംഭവം ഇനി നടക്കുമോ? ഏതാ ഒരു മുജാഹിദ് കുട്ടികളാരെങ്കിലും കിട്ടാനുണ്ട്, നമ്മളെ മോൾക്കൊരു കല്യാണം നോക്കാൻ പറ്റുമോ? അന്ന് പൈസയും സൗകര്യവും ഉള്ളപ്പോൾ മുജാഹിദിങ്ങൾക്ക് കൊടുക്കൂല എന്നുണ്ട്. ഇന്നിപ്പോൾ എങ്ങനെയെങ്കിലും ഫ്രീ ആയിട്ട് കല്യാണം നടക്കണം, അപ്പോൾ അതുകൊണ്ട് ഒരു മുജാഹിദിനെ കിട്ടുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അവലം നുഅമ്മിറുക്കും മാ തദക്കർ, ചിന്തിക്കാനും ആലോചിക്കാനും മാത്രം നിങ്ങൾക്ക് ആയുസ് തന്നില്ലേ? നമ്മുടെ ജീവിതത്തിലെ പടച്ചോൻ തരുന്ന ചിന്താശേഷി നല്ലപോലെ ഉപയോഗപ്പെടുത്തി കിട്ടുന്ന സമയത്ത് റബ്ബിലേക്കൊന്ന് മടങ്ങണം നമ്മൾ. നിങ്ങൾക്കതിന് സമയം തന്നില്ലേ എന്നുള്ള ചോദിക്കുന്നത്. എത്രമാത്രമെന്ന് ചോദിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ തന്നിരിക്കുന്ന എല്ലാ ദിവസങ്ങളെയും മൊത്തത്തിൽ നമ്മൾ കണക്ക് കൂട്ടിയാൽ പോലും നാളെ പരലോകത്തെത്തുമ്പോൾ ഏതൊരാളും വിലപിച്ചുകൊണ്ട് അവൻ്റെ മനസ്സിൽ പറയും, ഈ ദുനിയാവ് ദുനിയാവ് വളരെ കുറച്ചേ ഉള്ളൂ എന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഇന്നമാ കാന ലബിസുകും ഫീഹാ ഖലീലാ ലൗ കുൻതും തഅലമൂന ലആഥർതുമുൽ ബാഖി അലൽ ഫാനി. അങ്ങനെ ദുനിയാവെന്ന് ചിന്തിച്ചിരുന്നുവെങ്കിൽ നശിക്കാത്ത, തീരാത്ത, അറ്റമില്ലാത്ത പരലോകത്തിന് വേണ്ടി പണിയെടുക്കുമായിരുന്നു. വലാകിൻ തസറഫ്തും ഫഅസഅ്തുമുത് തസറുഫ്. പക്ഷേ നിങ്ങൾ അതിൽ നിന്ന് തിരിഞ്ഞുപോയല്ലോ, അതിൻ്റെ എല്ലാ കെടുതികളും നിങ്ങൾ അനുഭവിക്കുന്നല്ലോ. ഖദ്ദംതുമുൽ ഹാദിറൽ ഫാനി അലദ്ദാഇമൽ ബാഖി. ബാക്കിയാകുന്ന ലോകത്തിന് വേണ്ടി പണിയെടുക്കാതെ നശിക്കുന്ന ലോകത്തിന് വേണ്ടി പണിയെടുത്തവരായി പോയല്ലോ. അതാണ് നമ്മളോട് പറഞ്ഞത്, ദുനിയാവ് ആഖിറത്തിനു വേണ്ടി വിൽക്കുക. ആഖിറാണെങ്കിലോ ഏറ്റവും വിലപിടിപ്പുള്ള ആഖിറത്തിനെ ഈ ചെറിയ ദുനിയാവ് കൊണ്ട് വിൽക്കുന്നവനെ പോലെയാണ്. ആഖിറത്തിനു വേണ്ടി പ്രവർത്തിക്കാതെ ദുനിയാവിന് വേണ്ടി വീണ് മരിക്കുന്നവൻ. അവസാനം അവൻ അങ്ങനത്തെ ആൾക്കാണ് അവസാനം ആലോചിക്കുക, കുറച്ച് സമയം കൂടി തരുമോ, ഒന്നുകൂടി നീട്ടിത്തരുമോ, ഒന്നുകൂടി അവധി മാറ്റിത്തരുമോ എന്ന് ചോദിക്കേണ്ടി വരുന്നത് ഈ ചിന്തകളൊക്കെ നഷ്ടപ്പെടുമ്പോഴാണ് എന്ന് മനസ്സിലാക്കുക. ഇത് മാത്രമല്ല, ഒരു വാക്ക് നോക്കൂ നിങ്ങൾ, ഇത് യഖൂലു അംസലുഹും ത്വരീഖതൻ. അവരുടെ കൂട്ടത്തിലെ കുറച്ചൊരു വകതിരിവുള്ള, കുറച്ചൊരു മര്യാദക്കാരനായ ആളാ പറയണത്, 10 ദിവസം ഒന്നും ശരിയല്ല, ഒറ്റ ദിവസമേ നമുക്ക് ഉണ്ടായിട്ടുള്ളൂ. ത്വരീഖത്ത് എന്ന വാക്ക് ഇന്ന് വല്ലാതെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ 100 കണക്കിന് ത്വരീഖത്തുകൾ പൊട്ടിമുളച്ചിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ത്വരീഖത്തുകാരുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും അടിത്തറയായ പേര് അവർക്കൊരു ഷെയ്ഖ് ഉണ്ടായിരിക്കും. ആ ഷെയ്ഖ് എന്ത് പറയുന്നു അതാണ് അവരുടെ ലോകം. ആ ഷെയ്ഖിന് വേണ്ടി എന്തും ചെയ്യും. അവർ നോമ്പ് കാലത്ത് ഭക്ഷണം കഴിച്ചാൽ നിങ്ങൾ അവരെ തടയരുത്, അവർ ഷെയ്ഖാണ്. അവർ മദ്യപിക്കുന്നത് കണ്ടാൽ നിങ്ങൾ അവരെ തെറ്റിദ്ധരിക്കരുത്, അവർ കുടിക്കുന്നത് മദ്യമാകില്ല.
അവർ സിഗരറ്റ് ചുരുട്ടുകൾ വലിക്കുന്നത് കണ്ടാൽ നിങ്ങൾ അവരെ ആക്ഷേപിക്കരുത്. അവർ വലിക്കുന്നത് നിങ്ങൾ വിചാരിച്ച പോലെയല്ല എന്നാണ് ത്വരീഖത്തുകാർ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഈ അടുത്തൊരു ഡിവോഴ്സ് നടന്നു. ത്വരീഖത്തുകാരൻ്റെ ഭാര്യയാണ്. അവരുടെ പ്രശ്നങ്ങൾ ഇടപെട്ട് സംസാരിച്ചവർ ലാസ്റ്റ് പറയാണ്, ത്വരീഖത്ത് മൂർധന്യാവസ്ഥയ്ക്ക് എത്തിയിട്ട് ഇയാളുടെ ഭാര്യനെ മൈൻഡ് ചെയ്യാതെ, ഇയാൾക്ക് ഇയാളുടെ ഭാര്യനെയും കുട്ടികളെയും കുടുംബത്തെയും നോക്കണേക്കാൾ ഇഷ്ടം ഷെയ്ഖിന് 5 or 6 ഭാര്യമാരുണ്ട്, 4 ഒന്നല്ല, അവർക്ക് പരിധികളില്ല. അപ്പോൾ ഇയാളുടെ ഭാര്യമാരെ പരിചരിക്കലാണ് ഇയാളെ സ്വന്തം ഭാര്യനെ പരിചരിക്കുന്നേക്കാൾ ഇയാൾക്ക് കൂലി എന്ന് മനസ്സിലാക്കിയിട്ട് ഇയാൾ ഫുൾ ടൈം ആ ഭാര്യൻ്റെ അവരുടെ സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക. അവസാനം പിന്നെ സ്വന്തം കാര്യങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥ. തബ്ലീഗ് ജമാഅത്തിൻ്റെ എത്രയോ പ്രവർത്തകന്മാരെനിക്കറിയാം. 1 മാസത്തെ ലീവിന് ഗൾഫിൽ നിന്ന് വരും, 2 മാസം ഡൽഹി പോയിട്ട് തബ്ലീഗിൻ്റെ പണിക്ക് പോകും. ആ 1 മാസമാണ് ലീവ്. 2 മാസം ആകെ ഭാര്യയ്ക്ക് കിട്ടുന്ന 1 മാസമാണ്. ആ 1 മാസത്തിലെ 2 ആഴ്ച ഇയാൾ തബ്ലീഗിന് പോവുകയാണ്. അവിടെ ക്യാമ്പ് ഉണ്ടാവും 15 ദിവസം. അവിടെ ബാഗും കുറ്റിയൊക്കെ എടുത്ത് അങ്ങോട്ട് പോവുകയാണ്. ഇതൊക്കെ ദഅവത്താണ്, ഇതൊക്കെ ജിഹാദാണ് എന്ന് പറഞ്ഞ് ഈ സാധുക്കൾ സഹിച്ച് ജീവിക്കേണ്ടി വരികയാണ്. ഇസ്ലാമിൻ്റെ അടിസ്ഥാന ത്വരീഖത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിൻ്റെ ത്വരീഖത്താണ്. ആ ത്വരീഖത്തിൽ നിന്ന് മാറി ഓരോരുത്തരും ഷെയ്ഖായും മുരീദായും നടന്ന് അവനവൻ്റെ ആലുവ ത്വരീഖത്ത്, നഖ്ശബന്ദി ത്വരീഖത്ത്, നൂരിഷ ത്വരീഖത്ത്, അതുപോലെ തന്നെ ആലുവ അതുപോലെ തന്നെ പലതരക്ക് ജീലാനി ത്വരീഖത്ത്, ഇതിലൊക്കെ അങ്ങനെ വായിച്ചു നോക്കി നിങ്ങൾ. അതല്ലാതെ മറ്റുള്ളവരൊക്കെ വലാലത്തിലാണ്. ആലുവ ത്വരീഖത്തുകാരൻ്റെ വിശ്വാസം എന്താണ്? ജീലാനി ത്വരീഖത്തുകാരൻ പിഴച്ചോനാണ്. ജീലാനി ത്വരീഖത്തുകാരൻ്റെ വിശ്വാസം എന്താണ്? മറ്റുള്ള മുഴുവൻ ത്വരീഖത്തുകാരും പിഴച്ചോനാണ്. അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് പതിപ്പാണ് കുരുവട്ടൂരി ത്വരീഖത്ത്. കുറുവട്ടൂരി ത്വരീഖത്തുകാരൻ്റെ പ്രശ്നങ്ങൾ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. വെറുതല്ല അവർ പ്രസംഗിക്കുന്നത്. അള്ളാഹു അല്ല, തങ്ങൾ CM മടവൂരാണ് ലോകം നിയന്ത്രിക്കുന്നത് പറയാൻ അവരുടെ വിശ്വാസമാണ്, അവരുടെ അഖീദയാണ്. അതൊക്കെ എല്ലാം കൊടുക്കുന്നതാണ്. നമ്മളെ കയ്യിലൊരു മൊബൈൽ ഫോണുണ്ട്, ഞാൻ ഇതിൻ്റെ എളാപ്പാക്ക് കൊടുത്ത്, ഞാൻ എൻ്റെ വെല്ലിപ്പാക്ക് കൊടുത്ത്, ഞാൻ എൻ്റെ കാക്ക് കൊടുത്ത്, ഇനി ഫോണിൻ്റെ ഫുൾ ഉത്തരവാദിത്തം മൂപ്പർക്കല്ലേ? ഇനി ആർക്ക് വേണമെങ്കിലും വിളിച്ചൂടെ, എത്ര വേണമെങ്കിൽ റീചാർജ് ചെയ്തൂടെ, എന്ത് വേണമെങ്കിൽ കണ്ടൂടെ? അതേപോലെയാണ് കറാമത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹ് അങ്ങോട്ട് കൊടുത്തിക്കാണ്. ഇനി ഇന്നത് എന്നൊന്നുമില്ല, ഇനി എല്ലാം പറ്റും. ലോകം നിയന്ത്രിക്കാൻ പറ്റും, കുട്ടികളില്ലാത്ത കുട്ടികളെ കൊടുക്കാൻ പറ്റും, എല്ലാ കറാമത്തും നടക്കുന്നതാണ് അവരുടെ വിശ്വാസം. ഇതിന് എവിടെ പിഴവ്? വിശ്വാസത്തിലാണ് പിഴവ്. നമ്മൾ യഥാർത്ഥ ത്വരീഖത്തിലേക്ക് നമ്മൾ മടങ്ങണം. അതേതാണ്? സിറാത്തുൽ മുസ്തഖീമാണ്. അപ്പോൾ ആ വിഷയത്തിൽ അത് ചേർത്ത് വെക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശുദ്ധമായ പ്രമാണങ്ങളെ മുറുകെ പിടിക്കാനും നാടിൻ്റെ ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കി അവരുടെ ഇടയിൽ ഇറങ്ങി സത്യദീനിനെ പരമാവധി പ്രചരിപ്പിക്കാനും നമ്മൾ എത്ര ശ്രമിക്കുന്നുവോ അത്രമാത്രം നമുക്ക് അള്ളാഹുവിൻ്റെ പല സഹായങ്ങളുണ്ടാവും. ഞാൻ അവസാനിപ്പിക്കാം. നമ്മുടെ ഒരു സജീവമായ ഒരു പ്രവർത്തകൻ ഈ ഇസ്ലാമിക ദഅവാ പ്രവർത്തനങ്ങളിൽ നമ്മളെയൊക്കെ പിന്തിരിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ജോലി, കച്ചവടം, പൈസ, കുടുംബം, തിരക്ക്, ഇതൊക്കെ എല്ലാവർക്കും ഉള്ളതാണ്. അപ്പം ഇദ്ദേഹം ഗൾഫ് രാജ്യത്ത് ജോലി ചെയ്യുന്നതിനിടയിൽ റിയാദിൽ നിന്നൊരു 200 കിലോമീറ്റർ അപ്പുറത്ത് ഇയാൾ കാർ ഓടിച്ച് പോവാണ്. ഇയാൾ നാട്ടിലൊരു സാധാരണക്കാരനാണ്. അപ്പോൾ ഇയാളെ പ്രത്യേകത പിന്നീട് അറിയപ്പെടും. ഇദ്ദേഹം 200 കിലോമീറ്റർ അപ്പുറത്ത് വെച്ച് ആക്സിഡൻറ്റിൽ മരിക്കുകയാണ്. പോകുമ്പോൾ ഭാര്യയുണ്ട്, 2 കുട്ടികളുണ്ട് വാഹനത്തിൽ. അവർക്കൊന്നും ഒരു പരിക്കുമില്ല. ആക്സിഡൻറ്റിൽ ഇയാൾക്കാണ് പരിക്ക്. ഇയാൾ നേരെ ഭാര്യൻ്റെ മടിയിലേക്ക് വീണ് ഒരു 5-8 മിനിറ്റ് അവരിന്ന് സംസാരിക്കുകയൊക്കെ ചെയ്ത് കുറച്ച് വസിയത്തൊക്കെ കൊടുത്ത് മക്കളെ നോക്കണം, നല്ല ഖുർആൻ പഠിപ്പിക്കണം, അങ്ങനെ കുറേ ഉപദേശമൊക്കെ കൊടുത്ത് കുറേ നേരം സംസാരിച്ച് അവർ അവസാനം എന്ന നിലക്ക് തന്നെ കെട്ടിപ്പിടിച്ച് അവർ നല്ല സംസാരിച്ച് വെള്ളമൊക്കെ കൊടുത്ത് അങ്ങനെ അവസാനം ആളുകളൊക്കെ എടുത്ത് ആശുപത്രിയിലേക്ക് എത്തിച്ച് ആശുപത്രിയിൽ നിന്നാണ് അയാൾ മരിക്കുന്നത്. അപ്പോൾ ഇയാൾ മരിച്ചു കഴിഞ്ഞിട്ട് അവിടുത്തെ അൽറാജി മസ്ജിദ് ഉണ്ട്, റിയാദിലെ ഏറ്റവും വലിയ ഒരു പള്ളിയാണ് അൽറാജി മസ്ജിദ്. അത്രയും ജനങ്ങൾ ഉൾക്കൊള്ളുന്ന ആ പള്ളിയിലും മലയാളികൾ അങ്ങോട്ട് നിറഞ്ഞപ്പോൾ അവിടുത്തെ അറബികൾ ചോദിക്കണ്ടേ, നിങ്ങളെ നാട്ടിലെ വല്ല ഷെയ്ഖ് മരിച്ചിരിക്കുകയാണോ, ഏതോ വലിയ മഹാ ആലിമീങ്ങൾ ആരെങ്കിലും മരിച്ചിരിക്കണോ, എന്തത്ര ആൾക്കാർ ഇവിടെ വന്നിരിക്കണം. അപ്പോഴാണ് ഈ മനുഷ്യൻ ആരാ എന്നറിയുന്നത്. ഒരു ചെറുപ്പക്കാരൻ ചെറുക്കനാണ്. അദ്ദേഹം ആളുകളെ കാണും.
ഈ ഗൾഫ് രാജ്യത്ത് കിട്ടണ വഴിയെന്നൊക്കെ മലയാളിയെന്ന് കണ്ട അപ്പോൾ വർത്താനം പറയും, സംസാരിക്കും, പേര് പറയും, ഇസ്ലാഹി സെൻ്റർ പരിചയപ്പെടുത്തും, നമ്മുടെ പ്രബോധകന്മാരെ പണ്ഡിതന്മാരെ പരിചയപ്പെടുത്തും. പറ്റുമെങ്കിൽ ഒരു പുസ്തകത്തിൻ്റെ കോപ്പി, ഒരു പരിഭാഷൻ്റെ കോപ്പി എന്തെങ്കിലും ഒന്ന് കയ്യിലുണ്ടാവുന്നു. അങ്ങനെ 5 മിനിറ്റിൻ്റെ ഉള്ളിൽ അയാളും ആ വ്യക്തിയും തമ്മിൽ സൗഹാർദ്ദത്തിലാകും. സ്വാഭാവികമായും കാണുന്നവരൊക്കെ അദ്ദേഹത്തിന് സുഹൃത്തുക്കളായി മാറും. എല്ലാവരോടും ചിരിച്ച് സംസാരിക്കും. അദ്ദേഹം മരിച്ചു എന്നറിഞ്ഞപ്പോൾ അവിടെ ആൾ ഓടിക്കൂടിയതാണ്. എന്നെ ഇന്നാൾ കണ്ട് ആ 5 മിനിറ്റ് സംസാരിച്ച ആളുണ്ടല്ലോ, ആ സംസാരിച്ച ആൾ എന്ന നിലക്കാണ്. ആയിരക്കണക്കിന് മനുഷ്യന്മാരുടെ പ്രാർത്ഥന കൊണ്ട് ഗൾഫ് രാജ്യത്ത് വെച്ച് ഒരു ജനാസ മറവ് ചെയ്യാന്ന് പറഞ്ഞ് ആലോചിച്ച് നോക്കും. അവിടുത്തെ മോർച്ചറികളിൽ പോകുന്ന KMCCൻ്റെ പ്രവർത്തകന്മാർ പറയുന്നുണ്ട്, ചില ജനാസകൾ വന്നാൽ ഒരാൾ പോലും ഉണ്ടാവില്ല മോർച്ചറിൻ്റെ മുമ്പിൽ. ഒന്ന് ഇത് നമ്മളാളാന്ന് പറയാൻ ഒരാൾ പോലും ഇല്ലാത്ത ജനാസകൾ ഉണ്ടാവാറുണ്ട്. എങ്ങനെ പിന്നെ ഇത് ആയിരക്കണക്കിന് ആൾക്കാർ ഇവിടെ ഒരുമിച്ച് കൂടിയത്? അതൊരു പ്രസ്ഥാനവും ഒരു യൂണിറ്റും ഒരു ജമാഅത്തും ഒരു സംഘവും ഒരു യോഗം കൂടലും അങ്ങനെ മുഷാവറയും ഒരൊറ്റപ്പെട്ട ജീവിതത്തിനു പകരം ഒരു കൂട്ടുത്തരവാദിത്വത്തോടെ ഇസ്ലാമിൻ്റെ നന്മയിൽ പ്രവർത്തിക്കുന്ന കാലത്ത് നമുക്ക് സംരക്ഷണം ഉണ്ടാവും. നമ്മളെ നോക്കാൻ നമ്മൾ മരിച്ചാൽ പോലും നമ്മുടെ സഹോദരങ്ങൾ ഉണ്ടാകും നമ്മളെ ഏറ്റെടുക്കാൻ. അദ്ദേഹത്തിൻ്റെ ഭാര്യ 23 വയസ്സാണെന്ന് നമ്മുടെ പണ്ഡിതന്മാർ അദ്ദേഹത്തിൻ്റെ ഭാര്യ വിവാഹം ആലോചിച്ച് ചെന്നു, സംരക്ഷിക്കാന്നുള്ള നിലക്ക്. അവർ പറഞ്ഞു, ഇല്ല, ഞാൻ വിവാഹത്തിന് സന്നദ്ധനല്ല, എനിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ സ്വർഗത്തിലെത്താനാണ് ആഗ്രഹം. എനിക്കൊരു ഭർത്താവായി നാളെ സ്വർഗത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടെ മതി, എനിക്ക് മറ്റൊരു ദാമ്പത്യം ഇനി വേണ്ട എന്ന് 23 വയസ്സുകാർ തീരുമാനിക്കുന്നു. അവരൊരു ജോലിയൊക്കെ ചെയ്ത് ക്ലാസ് ഒരു ടീച്ചറായി അധ്യാപകന് ജോലിയൊക്കെ ചെയ്ത് കുടുംബം പരിചരിച്ചു പോരുന്നു. ഒരു വല്ലാത്ത ഒരു അത്ഭുതപ്പെടുത്തുന്ന വ്യക്തിത്വമായി കൊണ്ട് മാറുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ, ആ കുടുംബത്തിന് വലിയ പ്രതിഫലം നൽകുമാറാകട്ടെ. നമ്മളൊക്കെ മരിക്കുമ്പോൾ നമ്മുടെ പിന്നിൽ ഈമാനുള്ള തൗഹീദുള്ള 40 മനുഷ്യരെങ്കിലും ജനാസ നമസ്കരിക്കാൻ ഉണ്ടായിരിക്കണമെന്ന ഒരു ശുഭാപ്തി വിശ്വാസവും അതിനനുസരിച്ചുള്ള പ്രവർത്തനവും നമ്മൾ കാഴ്ചവെക്കാൻ സന്നദ്ധരാവണം. നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ കോടതിയിൽ കുറ്റവാളികളെ മാറി നിൽക്കുമെന്ന് പറയുമ്പോൾ നമ്മളതിൽ പെടാതിരിക്കണമെങ്കിൽ നമ്മൾ തീർത്തും ദുനിയാവിനെ ശ്രദ്ധയോടെ നമ്മൾ കൈകാര്യം ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മെ സഹായിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് മോചനം നൽകുമാറാകട്ടെ. നമ്മളൊക്കെ മരിക്കുമ്പോൾ ഈമാനോട് കൂടെ അള്ളാഹു മരിപ്പിക്കുമാറാകട്ടെ.